കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നത്തെ ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ ആരായിട്ടാണ് നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയായിട്ട് നമുക്ക് പോയി നോക്കാം. അങ്ങനെ ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള ആ ഗണപതി അമ്പലത്തിൽ വന്നിട്ട് വിഘ്നങ്ങളൊക്കെ അകറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കാം, മുട്ടക്കറക്കാം. അങ്ങനെ ഗണപതിയെ തൊഴുത് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ പ്രാർത്ഥിച്ച് നമ്മൾ കിഴക്കേ നടയിലൂടെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അങ്ങനെ ആ ഗോപുരത്തിൻ്റെ വാതിൽ കഴിഞ്ഞു, ഇനി വാതിൽപ്പടി കയറുകയാണ്. വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തിയിട്ട് കയറുമ്പോൾ ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ മേൽപ്പത്തൂരിൻ്റെ നാരായണീയൻ രചിച്ച സ്ഥലത്തേക്ക് നോക്കിയിട്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കാം. അതുപോലെ വലത്തെ സൈഡിൽ നോക്കിയാൽ ആ തൂണ് കാണാം, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണ് കാണാം. അതൊന്ന് കണ്ടു തൊഴാം. അതിനുശേഷം നേരെ അങ്ങനെ ശ്രീലകത്തേക്ക് നോക്കി നടക്കാം. അങ്ങനെ ആ ശ്രീലകത്തെ നെയ്വിളക്കിൻ്റെ പ്രകാശം ഇങ്ങനെ കാണും. അത് കണ്ട് നമുക്ക് കണ്ടു തൊഴാം. അങ്ങനെ തൊഴുത് നേരെ അവിടെ നിന്ന് നോക്കുമ്പോൾ ആലിൻ്റെ കൊമ്പത്തിരുന്ന് ഓടക്കുഴൽ വിളിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണ്. വളരെ മനോഹരമായിട്ടുള്ള ചിത്രമാണെന്ന് കളഭം കൊണ്ട് ചെയ്തിട്ടുള്ളത്. നല്ല ഒരു അലങ്കാരമാണ് കാണാനുള്ളത്. ആലിൻ്റെ കൊമ്പത്ത് അങ്ങനെ ഇരിക്കുന്ന ഓടക്കുഴൽനാഥാണ് കേൾക്കുന്നത്. മൊത്തം ശ്രീലകം മുഴുവൻ ഇന്ന് ഓടക്കുഴൽനാഥം കൊണ്ട് മുഖരിതമാണ്. നമ്മളെ ഭക്തരെ സന്തോഷിപ്പിക്കാനായിട്ട് ഓടക്കുഴൽനാഥം കൊണ്ട് മനോഹരമായിട്ടുള്ള നാദധാരയാണ് ഒഴുകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിൽ വന്നിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തുള്ള ഓടക്കുഴൽ വിളിക്കുന്ന ആലിൻ്റെ മുകളിൽ കയറിയിട്ട് ഓടക്കുഴൽ വിളിക്കുന്ന പൊന്നുണ്ണിയെ കണ്ടു തൊഴാം. അപ്പോൾ എല്ലാവരും കണ്ടു തൊഴുതോളൂ, പ്രാർത്ഥിച്ചോളൂ. വളരെ മനോഹരമായിട്ടുള്ള അലങ്കാരമാണ്. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കാണട്ടെ. അങ്ങനെ പിന്നെ ഗോപിക്കുറി ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മാറത്തൊരു ഗോപിക്കുറിൻ്റെ കാൽവളകളുണ്ട്, കൈവളകളുണ്ട്. ഉണ്ടമാലകൾ 2 ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും ഒരു നമ്പ്യാർ വട്ടപ്പൂ പോലെയുള്ള ഒന്നും, അതുപോലെ തുളസിയും താമരയായിട്ടുള്ള ഒന്നും. അങ്ങനെ നല്ല നിറയെ ആ ചതുർബാഹുവായ വിഗ്രഹം മുഴുവൻ പൂക്കളാൽ അലങ്കരിച്ചിട്ടാണെന്ന് ഇരിക്കുന്നത്. ആലിൻ്റെ കൊമ്പും ഒക്കെ വളരെ മനോഹരമായിട്ടാണ്. എല്ലാവരും കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കും. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ സോപാനപ്പാടിയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തേക്ക് ഇറങ്ങിയിട്ട് നേരെ ആ തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴാം. ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളിയിലേക്ക് നോക്കി തൊഴാം. ഭഗവാന് നേദ്യം ഉണ്ടാക്കുന്ന സ്ഥലം. അത് കഴിഞ്ഞ് സപ്തമാതാക്കളെ കണ്ടു തൊഴുത് ഇനി വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വരാം. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്ന് കണ്ടു തൊഴാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ കണ്ടു തൊഴുത് നമ്മൾ നേരെ വരുമ്പോൾ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ കാണാം. അത് കഴിഞ്ഞ മേൽശാന്തിൽ അവിടെ നിന്ന് അർച്ചനപ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് അനന്തപത്മനാഭസ്വാമിയെ കണ്ടു തൊഴാം. അവിടെ നിറയെ വെളുത്ത പൂവും തുളസിപ്പൂവായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ലക്ഷ്മി വിളക്കിൽ നിറയെ ദീപം, നന്നായിട്ട് നെയ്യൊഴിച്ച് ദീപം തെളിയുന്നു. അത് കഴിഞ്ഞ് നേരെ പുറത്ത് വന്നിട്ട് പുറകിൽ നമസ്കരിക്കാം, സാഷ്ടാംഗം നമസ്കരിക്കാം. അതിന് കഴിഞ്ഞ് നേരെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ടു തൊഴുത് അങ്ങനെ വരുമ്പോൾ കണ്ണനെ, കൃഷ്ണനെ കാണാം. അതുപോലെ മുരുകനെ കാണാം, ഹനുമാൻ സ്വാമിനെ കാണാം. അവിടെ നിന്ന് കുങ്കുമമില്ല, ഒന്നുമില്ല, അങ്ങനെ വെറുന്നനെ ഉള്ളതാണ്. അങ്ങനെ കണ്ടു തൊഴുത് നേരെ അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പുറത്തേക്ക് വന്ന് അതിൻ്റെ അവിടെ, അതായത് ഗോവിൻ്റെ അവിടെ വന്നിട്ട് തൊഴാം.
ഓവിൻ്റെ അവിടെ തൊഴുത് അങ്ങനെ അകത്തേക്ക് ആ ഗ്രില്ലിന് അപ്പുറത്തേക്ക് കിടന്ന് നമ്മളെ താമരക്കണ്ണിനെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് ആ മണിക്കിണർ നോക്കി തൊഴാം. അത് കഴിഞ്ഞ് കുറൂരമ്മ, അതായത് ആ നൃത്താറയിൽ നോക്കി തൊഴാം. പിന്നെ കുറൂരമ്മേനെയൊക്കെ കണ്ട് തൊഴുത് അടക്ക നടയിലൂടെ പുറത്ത് വരാം. പ്രസാദ കൗണ്ടറിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി ഭഗവതിയെ എടുത്തരികത്തുകാവ് ഭഗവതിയെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അവിടെ തൊഴുത് കുറച്ചും കൂടി തിരിഞ്ഞ് നിന്നാൽ മമ്മിയൂരപ്പനെ കണ്ടു തൊഴാം. നമശിവായ 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 എന്ന് പ്രാർത്ഥിച്ച് മമ്മിയൂരപ്പനെ കണ്ടു തൊഴുത് നേരെ കൊടിമരത്തിൻ്റെ അധീനെ വന്ന് വീണ്ടും ശ്രീലകത്തേക്ക് നോക്കി ആ ആലിൻ്റെ മുകളിലിരിക്കുന്ന വേണുഗോപാലനെ കണ്ട് തൊഴാം. അങ്ങനെ ആ കൂത്തമ്പലത്തിൽ നോക്കി തൊഴാം. അയ്യപ്പൻ്റെ അവിടെ വന്ന് അയ്യപ്പനെ തൊഴാം. ഭൂതനാഥ സുതാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ നിന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലെത്തി ദീപസ്തംഭവും കൊടിമരവും ഒക്കെ കണ്ട് തൊഴുത്. അപ്പോൾ എല്ലാവരും ഇന്ന് എൻ്റെ കൂടെ വന്ന് ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളഭാലങ്കാരം കണ്ടു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ.